ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ചട്ടിയും കലവും പെട്ടിയുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അരിയൊക്കെ അടുപ്പിടാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ കുറച്ച് ചൂര മീനുണ്ട്, അതിനെ കുറച്ചൊന്ന് കറി വയ്ക്കണം, കുറച്ച് ഫ്രൈ ചെയ്യണം. നമുക്ക് രണ്ടുപേർക്ക് വേണ്ടിയുള്ള ചൂര മീനാണ്. അത് കുറച്ച് ഫ്രൈയും കുറച്ച് കറിയും വയ്ക്കാമെന്ന് കരുതി അങ്ങനെ കറിക്കെല്ലാം റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി പഠിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഞ്ഞപ്പനാണോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്? കുഞ്ഞപ്പനാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് മറുപടി തരിക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ ഞാൻ മുട്ടക്കറി വയ്ക്കാൻ പോവുകയാണ്. ഒരു ചെറിയ രീതിയിലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അത് ഞാൻ സവാളയും സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം വശക്കിയ ശേഷം അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല എല്ലാം ഇട്ട് അതും നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം തണുത്തതിന് ശേഷം അതിനെ ഒന്ന് അരച്ച് കലക്കി കുറുക്കിയെടുക്കും കേട്ടോ. അപ്പോഴതിന് രുചി കൂടും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കടുക് വറുത്ത് മുട്ടയും കൊണ്ടെടുക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ മുട്ടക്കറി റെഡിയായി. അത് കഴിഞ്ഞ് മീൻ അടുപ്പിൽ വെച്ചു, മീൻ കറി റെഡിയായി. അയ്യോ, ഇതൊക്കെ തന്നെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിക്കുകയാണ്. ഞാൻ ഉത്സവമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് കേട്ടോ. 10 ദിവസം അടിപൊളിയായിരുന്നു. ഉത്സവമായിട്ട് ക്ഷേത്രത്തിൽ തന്നെ രായും പകലും ഇല്ലാതെ ഓടി ഭയങ്കര സന്തോഷവും ഹാപ്പിയും ആയിരുന്നു. മനസ്സിനും എല്ലാം കൊണ്ട് സന്തോഷമായിരുന്നു കേട്ടോ. ഒന്നും ചിന്തിക്കാനോ ഒരു ദുഃഖങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ഒരു കാര്യം ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. അടിപൊളിയായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അടുത്തൊരു വർഷം നമ്മൾ കാത്തിരിക്കുകയാണ്, ഒരു വർഷത്തേക്ക് വേണ്ടി. അത് കഴിഞ്ഞതാ മീൻകറിയും മുട്ടക്കറിയൊക്കെ റെഡിയായി. പിന്നെ നമുക്കൊരു മാങ്ങ പച്ചടി വയ്ക്കാം കേട്ടോ. ഒരു കത്തിരിക്ക തോരനും വയ്ക്കാം. അങ്ങനെ മാങ്ങ പച്ചടിക്ക് വേണ്ടി മാങ്ങയൊക്കെ അരിഞ്ഞ് പച്ചടിക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും തേച്ച് പച്ചടി അരച്ചു കലക്കി റെഡിയാക്കി വെച്ചു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മുളകൊന്നും അരയ്ക്കണ്ട, മുളക് നമ്മൾ പച്ചമുളക് അരച്ചാൽ മതി. അങ്ങനെ പച്ചടി റെഡിയായി. നമ്മുടെ കത്തിരിക്ക മെഴുകുവരട്ട് വെച്ചു. അതിൻ്റെ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അതിന് സോറി. കത്തിരിക്ക മെഴുകുവരട്ടുള്ള തോരനാണ് വെച്ചത്. ആ മീൻ ഫ്രൈ ആയി. പിന്നെ എൻ്റെ അമ്മ കുറച്ച് മരിച്ചിനി ഇളക്കിയത് തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം റെഡിയായി. 3 മിനിറ്റ് വീഡിയോ ചെയ്യാനില്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ കേട്ടോ കുറച്ച് കൂടെ ഇടുന്നത്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മളുടെ തിലോത്തമ്മമാരെല്ലാം നിൽപ്പുണ്ട്. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. എവിടെയൊക്കെ ഞാൻ തിലോത്തമ്മമാരെന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ വരണുണ്ട്. ഇതെൻ്റെ മോളാണ്. നിങ്ങളെല്ലാവരും ചോദിക്കും, ഇതാണ് എൻ്റെ മോൾ, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ കൂട്ടുകാരിയും. എല്ലാവർക്കും